അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പരിചയപ്പെടാം. ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്തെ കിറാമും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളൊക്കെ ഈ പവിത്രമായ ആയത്ത് അവളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ പേര് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചത് ആയത്തുൽ ഫത്ഹ് എന്നാണ്. ഫത്ഹിന്റെ ആയത്ത്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ തുറക്കപ്പെടുക എന്നൊക്കെയാണ് ഫത്ഹ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വിജയത്തിന്റെ ആയത്താണ്. മഹാന്മാർ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത് ലി അന്നമൻ ദാവമ അലാ ഖിറാഅതിഹാ, ഈ പറയാൻ പോകുന്ന ആയത്തുൽ ഫത്ഹ് ഒരാൾ ജീവിതത്തിൽ എന്നും പതിവാക്കിയാൽ, എപ്പോഴുമല്ല വല്ലപ്പോഴുമല്ല എല്ലാ ദിവസവും ഈ പറയാൻ പോകുന്ന ആയത്ത് ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഫതഹല്ലാഹു അലൈഹി ജമീഅ ഉമൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സർവ്വ നന്മയുടെ കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കപ്പെടുമെന്നുള്ളതാണ്. ബറക്കത്തിന്റെ കവാടം നമ്മളെ ജീവിതത്തിലേക്ക് അല്ലാഹു തുറക്കപ്പെടുകയാണ്. റഹ്മത്തിന്റെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം നമ്മളെ ജീവിതത്തിൽ തുറക്കപ്പെടുകയാണ്. സമ്പത്തിന്റെ കവാടം നമ്മളെ ജീവിതത്തിൽ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ കവാടം നമ്മൾക്ക് ഇങ്ങനെ അല്ലാഹു തുറന്നു നൽകുകയാണ്. ഹൗലുൽ കൗസറിന്റെ കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തുറന്നു നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിൽ വലിയ ബറക്കത്ത്, ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുപോലെ തന്നെ നമ്മൾ വീട് നിർമ്മാണമാണെങ്കിൽ ആ വീട് നിർമ്മാണത്തിനുള്ള എല്ലാ പ്രയാസങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ആയത്തുൽ ഫത്ഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമെന്നുള്ളതാണ്. ജോലി തടസ്സം അല്ലെ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പറഞ്ഞിരുന്നു, ഉസ്താദെ എത്ര ജോലി അന്വേഷിച്ചാലും ഒരുപാട് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, പക്ഷേ ജോലി ശരിയാകുന്നില്ല. തടസ്സങ്ങൾ മാത്രമാണ് ഉസ്താദെ, എവിടെ പോയാലും തടസ്സമാണ്. ആ തടസ്സങ്ങൾ മാറാനും മഹാന്മാര് പഠിപ്പിച്ച ആയത്തുൽ ഫത്ഹ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. അതുപോലെ തന്നെ വിവാഹ തടസ്സം അല്ലെ, 30 വയസ്സായിട്ടൊക്കെ വിവാഹം ശരിയാകാത്ത എത്ര ആളുകളുണ്ട്. എത്ര ഉമ്മമാര് വിളിച്ചു പറയുന്നു, ഉസ്താദെ മകന് 30 വയസ്സായി, വിവാഹം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 24-ാമത്തെ വയസ്സിലാണ്, 6 കൊല്ലം അന്വേഷിച്ച് വിവാഹം ശരിയായിട്ടില്ല. ഒന്നെങ്കിൽ അവർക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം, അല്ലെങ്കിൽ ആരെങ്കിലും മുടക്കും. അങ്ങനെ വിവാഹ തടസ്സങ്ങൾക്ക് ഈ ആയത്തുൽ ഫത്ഹ് മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഖബറിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ ആയത്ത് കൊണ്ട്. സ്വർഗം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും ഈ ആയത്തുൽ ഫത്ഹ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മലക്കുകൾ നമ്മൾക്ക് നന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ആയത്തുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾ നമ്മൾക്ക് ഇങ്ങനെ നന്മകൾ രേഖപ്പെടുത്തും. നമ്മളുടെ ഇടതും വലത് 2 മലക്കുകളുണ്ട്. ആ മലക്കുകൾ അല്ലാതെ തന്നെ നമ്മളുടെ നന്മകൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിക്കുകയാണ്. മാത്രമല്ല നമ്മളെ തിന്മകള് ഒരു മലക്ക് ഇങ്ങനെ മായ്ച്ചു കളയുകയും ചെയ്യും. അതിനെന്ത് വേണം? ഈ ആയത്തുമായി നമ്മൾ ബന്ധപ്പെടണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശാച് ശല്യം ഉണ്ടാവൂല. പിശാച് ശല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാച് ബാധ, സിഹിർ ബാധ, കണ്ണേറ് ബാധ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഭയക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തുൽ ഫത്ഹ് നമ്മൾ ഓതിയാൽ മതി. ആഫത്ത്, മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ഏതാണ് ഈ അത്ഭുതകരമായ ആയത്തെന്ന് പല ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആയത്ത് തന്നെയാണ്, പക്ഷെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കൂല എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മളൊക്കെ മദ്രസയിൽ കാണാതെ പഠിച്ചിട്ടുണ്ട്. 3-ാം ക്ലാസ് മുതൽ മദ്രസയിൽ കാണാതെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇതേത് സൂറത്തിലാണെന്നറിയോ? സൂറത്തുൽ ബഖറയിലാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായി, ഏറ്റവും മഹത്തായ ആയത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ആയത്തുൽ കുർസി ഉണ്ടല്ലോ, ആയത്തുൽ കുർസിയാണ് ആയത്തുൽ ഫത്ഹ്, വിജയത്തിന്റെ ആയത്ത്. ആയത്തുൽ കുർസിയുടെ മറ്റൊരു പേരാണ് ആയത്തുൽ ഫത്ഹ്, വിജയത്തിന്റെ ആയത്ത്. സർവ നന്മകളും സർവ ഖൈറിന്റെ കവാടങ്ങളും തുറക്കപ്പെടുന്ന ആയത്ത്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. എപ്പോഴെങ്കിലും അല്ല, വല്ലപ്പോഴും അല്ല, നമുക്ക് പ്രയാസം വരുമ്പോൾ മാത്രമല്ല,
അല്ലെ? അങ്ങനെ ചില ആളുകളുണ്ട്, പ്രയാസം വരുമ്പോൾ മാത്രം ഖുർആൻ ഓതുക, പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹിനെ ഓർക്കുക, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മാത്രം തസ്ബീഹ്മാരെടുത്ത് ദിക്ർ ചെല്ലുക, നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, ളുഹ നിസ്കരിക്കുക. അങ്ങനെയല്ല. നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും ബുദ്ധിമുട്ടില്ലാത്ത സമയത്തും ഖുർആനുമായി ബന്ധപ്പെടണം, അള്ളാഹുമായി ബന്ധപ്പെടണം. എന്നാലേ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുള്ളൂ. ഈ ആയത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ. അള്ളാഹ് ആയത്തിൽ കുറിച്ച് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഈ ആയത്തിനെ കുറിച്ച് ഇനിയും ഒരുപാട് ധാരാളം പറയാനുണ്ട്, എത്ര പറഞ്ഞാലും തീരൂല. അത്രയും മഹത്വങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.